അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് 3ാം ക്ലാസ്സിലേക്ക് പുതുതായി പരിഷ്കരിക്കപ്പെട്ട ഫിഖിന്റെ 5ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഉളൂഇന്റെ ഫർളുകൾ. എന്താണ് ഉളൂഇന്റെ ഫർളുകൾ എന്ന് കൃത്യമായി വളരെ വിശദമായിട്ട് തന്നെ ഈ പാഠത്തിലൂടെ പഠിപ്പിക്കുന്നു. 8 പീരീഡ് കൊണ്ടാണ് ഈ പാഠം തീർക്കേണ്ടത്. ഈ പാഠം പഠിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ 3 കാര്യങ്ങൾ. 1, എന്താണ് ഫർളുകൾ എന്ന ആശയം മനസ്സിലാക്കി കൊടുക്കുക. 2ാമത്തെ കാര്യം, ഉളൂഇന്റെ 6 ഫർളുകളും ചിത്രീകരണ സഹിതം പഠിപ്പിക്കുക. 3ാമത്തത്, അവ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഉളൂഇൽ നിർവഹിക്കുന്ന ചില കാര്യങ്ങൾ ഫർളും ചിലത് സുന്നത്തുമാണെന്നും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഉളൂഇന്റെ 6 ഫർളുകളും ലഘുവായ രീതിയിൽ പരിചയപ്പെടുത്തി ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഓരോ ഘട്ടങ്ങളെയും സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവാനും ആവശ്യപ്പെടണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതലാണ്. മനസ്സിൽ കരുതൽ നിർബന്ധമാണ് എന്ന് പ്രത്യേകം ബോധ്യപ്പെടുത്തണം. പറഞ്ഞാൽ മാത്രം പോരാ. അതിന് പുറമെ മറ്റു നിസ്കാര നിയ്യത്തും കൂടെ കുട്ടികൾക്ക് വെച്ചു കൊടുത്താൽ തീർച്ചയായും ഇത് ഉപകാരപ്പെട്ടേക്കാം. അതുപോലെ തന്നെ മുഖം കഴുകുന്നതിൻ്റെ പൂർണ്ണരൂപം ചിത്രത്തിൽ മനസ്സിലാക്കി കൊടുക്കുക. 2 കൈ മുട്ടോടുകൂടി കഴുകുന്ന രൂപം വിശദമായി കാണിച്ചു കൊടുക്കുക. കൈമുട്ടുകൾ കഴുകുമ്പോൾ അശ്രദ്ധ ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഉണർത്തി കൊടുക്കുക. തല തടവുന്നതിൻ്റെ ശരിയായ രൂപങ്ങൾ കാണിച്ചു കൊടുക്കുക. തെറ്റായ രൂപങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഉണർത്തി കൊടുക്കുക. 2 കാലുകളും ഞെരിയാനുൾപ്പെടെ കഴുകുന്നതും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. എന്താണ് തർത്തീബ് എന്ന് പറഞ്ഞാൽ വൈക്ക് വയ്യായി ചെയ്യുക എന്ന ആശയത്തെ വിവിധ ഉദാഹരണങ്ങളിലൂടെ പരിചയപ്പെടുത്തി കൊടുത്താൽ കുട്ടികളെയൊക്കെ ഉളൂ ശരിയാക്കി നിർവഹിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്കൊന്ന് വായിക്കാം. ഉളൂഇൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഉളൂഇന്റെ ഫർളുകൾ. അവ 6 ആകുന്നു. 1, നിയ്യത്ത് ചെയ്യുക. എന്താ നിയ്യത്ത്? ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. മനസ്സിൽ തന്നെ കരുതണം. പറഞ്ഞാൽ മാത്രം പോരാ. 2ാമത്തെ ഫർള് മുഖം കഴുകുക. ആ കഴുകുന്ന രൂപമാണ് ചിത്രത്തിലുള്ളത്. 3ാമത്തെ കാര്യം 2 കൈ മുട്ടോടു കൂടി കഴുകുക. അതും ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. 4ാമത്തത് തലയിൽ നൽപ്പം തടവുക. എങ്ങനെയാണ് തല തടവേണ്ടത് രൂപം കാണിക്കുന്നുണ്ട്. 5, 2 കാലുകളും ഞെരിയാൻ ഉൾപ്പെടെ കഴുകുക. അതും ചിത്രത്തിൽ കാണിക്കുന്നു. 6ാമത്തെ ഫർള് ഇവയെല്ലാം വഴിക്ക് വഴിയായി ചെയ്യുക എന്നുള്ളതാണ്. ക്രമത്തിൽ തന്നെ ചെയ്യണം. അത് നിർബന്ധമാണ്, ഫർളാണ്. ഇനി തരീബാത്ത് വായിക്കാം. 1, ക്രമ നമ്പർ ചേർക്കാം. ഉളൂഇന്റെ അവയവങ്ങൾ കഴുകുന്നത് ക്രമത്തിൽ നമ്പർ ഇട്ട് കൊടുക്കുക. ഈ മുഖം കഴുകുന്നതാണ് ഇതിൽ 1ാമതായി വേണ്ടത്. 2ാമത് വലത് കാൽ കഴുകുക. 3ാം നമ്പർ തല തടവുക. 4ാം നമ്പർ കാല് കഴുകുക. ഇതാണ് ക്രമ നമ്പർ ഇടേണ്ടത്. അപ്പുറത്തെ പേജ് നോക്കൂ. 2 ശരിയായി എഴുതാം, ശരിയാക്കി എഴുതാം. 1, ഉളൂഇന്റെ ഫർളുകൾ 5 ആകുന്നു. തെറ്റാണ്. എങ്ങനെ ശരിയാക്കാം? ഉളൂഇന്റെ ഫർളുകൾ 6 ആകുന്നു. 2, തല തടവിയതിന് ശേഷമാണ് കൈ കഴുകേണ്ടത്. അത് തെറ്റാണ്. തല തടവുന്നതിന് മുമ്പാണ് കൈ കഴുകേണ്ടത്. 3, മുഖം കഴുകിയതിന് ശേഷമാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. എന്താണ് ശരി? മുഖം കഴുകുന്നതിന് മുമ്പാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. 4, മുൻകൈ മാത്രം കഴുകിയാൽ മതി. മുൻകൈ മാത്രം കഴുകിയാൽ പോരാ. 3ാമത്തത് സ്വയം ശീലിക്കാം. 1, മുഖം ശരിയായി കഴുകുന്ന രൂപം ചിത്രത്തിലൂടെ മനസ്സിലാക്കുക. 2, നിയ്യത്തോടുകൂടി മുഖം കഴുകുന്ന രൂപം. 3, 2 കാൽ ഞെരിയാൻ ഉൾപ്പെടെ കഴുകുന്ന രൂപം. ഇത് ചെയ്ത് കാണിക്കാനാണ്. അല്ലാഹു തആല ഉളൂ നന്നായി ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.